നല്ലൊരു മനോഹരമായ ഒരു ചെസ് ഗെയിം കണ്ടാണ്. നല്ല കിടിലൻ അറ്റാക്കുകൾ നിറഞ്ഞൊരു ഗെയിമാണിത്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻസൻ ജോഹാൻ സെബാസ്റ്റ്യനും ലീ ജുൻസെക് എന്ന് പറഞ്ഞ പ്ലെയറും തമ്മിലാണ്. ക്രിസ്ത്യൻസൻ ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. ക്രിസ്ത്യൻസൻ തുടങ്ങുന്നത് പോൺ E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് C5 കളിക്കുന്നത് സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, D4, പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് C3, A6. അപ്പോൾ ഇത് സിസിലിയൻ ഡിഫൻസിന്റെ നൈറ്റ് ഓഫ് വേരിയേഷൻ ആണ്. ബിഷപ്പ് G5, രണ്ട് നൈറ്റുകളും പുറത്തിറങ്ങി. ബിഷപ്പ് C4, E6 കളിച്ചാൽ ബിഷപ്പിന്റെ ആ ഒരു ലോങ് ഡയഗണലങ്ങ് അടച്ചു കളയുകയാണ്. ക്യൂൻ E2. അപ്പോൾ ഇവിടെ വൈറ്റിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കിങ് സൈഡ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, വേണമെങ്കിൽ ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്യാം. B5 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ഓടിക്കുന്നു. അപ്പോൾ കിങ് സൈഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ B4 ഒക്കെ കളിച്ച് ഇവിടെ അറ്റാക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ബ്ലാക്കിന്റെ ഐഡിയ. ബിഷപ്പ് ജസ്റ്റ് തിരികെ പോകും. ക്യൂൻ C7 കളിക്കുന്നു. ഇവിടെ വൈറ്റ് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്? വൈറ്റ് ജസ്റ്റ് ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്തു, ഒരു ചലഞ്ച് അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇനി പതുക്കെ വേണമെങ്കിൽ F3-യോ G4-ഓ H4 ഒക്കെ കളിച്ച് ബ്ലാക്ക് കിങ് സൈഡ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ കിങ് സൈഡ് അറ്റാക്ക് ചെയ്യാം. ഇതൊക്കെയാണ് വൈറ്റിന്റെ പ്ലാൻ. ഇവിടെ B4 കളിച്ച് നൈറ്റിനിട്ട് ബ്ലാക്ക് ഒരു കൊട്ട് കൊടുക്കുക. അപ്പം നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ എന്ത് ചെയ്യും? ഈ നൈറ്റിനെ ഒരുപക്ഷെ ഇവിടേക്ക് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുപോകുമോ? ഇവിടെ ക്രിസ്ത്യൻസും കളിക്കുന്നത് നൈറ്റ് D5. തുടക്കത്തിലേ തന്നെ സാക്രിഫൈസ് ആണ്. ക്യൂനിലേക്ക് ഒരു കോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നൈറ്റ് ഇവിടെ സെൻറ്ററിൽ തന്നെ ഇരിക്കുകയാണ്. ക്യൂനിലേക്ക് ഇവിടെ കൊടുക്കുമ്പോൾ C7 നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയർ ആണ്. പക്ഷെ എന്താണ് ഈ സാക്രിഫൈസിൻ്റെ പ്രസക്തി? നോക്കാം. നൈറ്റിനെ വെട്ടി, പോൺ വെച്ച് വെട്ടി. ഇപ്പോൾ ക്യൂൻ വെച്ച് ചെക്കാണ്. ക്യൂൻ വെച്ച് ഇവിടെ ചെക്കാണ്. ബിഷപ്പ് ജസ്റ്റ് ബ്ലോക്ക് ചെയ്തു. ഇവിടെ റൂക്കുമായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി റൂക്കും ക്യൂനും കൂടെ ചെയ്തിട്ട് ഈ ഒരു ബിഷപ്പിനെ എടുക്കാൻ നോക്കുകയാണ്. ഇവിടെ ഗെയിമിൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യണം. എന്തുകൊണ്ട് ക്യൂൻ ഇവിടെ പോയിട്ട് ഡിഫെൻഡ് ചെയ്തില്ല? ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് C6 അവിടേക്ക് വീണ്ടും പണി കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. വേണമെങ്കിൽ ഇവിടെ നൈറ്റ് E5 കളിച്ച് വേണമെങ്കിൽ കളി മുന്നോട്ട് പോകാം. ഇതും വേണമെങ്കിൽ കളിക്കാവുന്നതായിരുന്നു. പക്ഷേ ഒരു പക്ഷേ F4 ഒക്കെ പേടിച്ചിട്ടായിരിക്കാം ഇവിടെ ബ്ലാക്ക് അത് കളിക്കാതിരുന്നത്. പകരം ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ബിഷപ്പിനെ തിരിച്ചെടുത്തു ഇവിടെ വൈറ്റ്. ഇവിടെ ബ്ലാക്ക് ഇവിടേക്ക് കളിക്കുകയാണ്. റൂക്കിനെ ഇവിടെ E8 കളിക്കും. അപ്പോൾ ഈ പൊസിഷനിൽ ഈ ക്യൂവിന് ഇവിടെ പോകാൻ വേറെ ഒരു വഴിയില്ല. കാരണം എന്താണ്? ക്യൂവിന് വേറെ എവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പണിയാണ്. എവിടെ പോയാലും വെട്ടിയെടുക്കും. അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ തിരിച്ചു വെട്ടി, നൈറ്റ് വെച്ച് വെട്ടുന്നു, ഇവിടെ തിരിച്ചു വെട്ടി. അപ്പോൾ കുറച്ച് പീസുകൾ എക്സ്ട്രാ കിട്ടി. പക്ഷേ എന്നാലും മൊത്തത്തിൽ ഈക്വൽ പോയിന്റ്സ് ആണ് രണ്ടുപേർക്കും. നൈറ്റ് വെച്ച് മറയ്ക്കുന്നു, വേറെ ഒരു നിവർത്തിയില്ല. റൂക്കുകളെ തമ്മിൽ കളിയിലേക്ക് കൊണ്ടുവരുന്നു. ബിഷപ്പ് B7. അപ്പോൾ മാക്സിമം പീസുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് ക്യൂനും ബിഷപ്പും വെച്ചൊരു പവർഫുൾ അറ്റാക്കിംഗ് ഗെയിമാണ് ബ്ലാക്ക് സ്വപ്നം കാണുന്നത്. പക്ഷേ ജസ്റ്റ് ആ റൂക്കിനെ വെട്ടിയെടുത്തു. ബിഷപ്പ് വെച്ച് തിരികെ വെട്ടി. അപ്പോൾ ഇവിടെ പല രീതിയിൽ കളിക്കാം. ഈ പൊസിഷനിൽ വേണമെങ്കിൽ റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവരാം. പക്ഷെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കളിയിലെ ബെസ്റ്റ് മൂവ് റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിലേക്ക് അങ്ങ് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ആ ബിഷപ്പിനെ സേവ് ചെയ്യണ H6 ഈ ഒരു ബിഷപ്പിനെ ഓടിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങളാണെങ്കിൽ നേരത്തെ കണ്ട പോലെ നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായി നിങ്ങൾക്ക് ബെസ്റ്റ് മൂവിൻ്റെ. ഇവിടെ നിങ്ങളാണ് വൈറ്റ് കളിക്കുന്നതെങ്കിൽ എന്ത് മൂവ് കളിക്കും? ബിഷപ്പ് ഇവിടെ അറ്റാക്ഡ് ആണ്. ബിഷപ്പിനെ രക്ഷിക്കുകയോ എതിരാളിയുടെ ബിഷപ്പിനെ എടുക്കാൻ പോകും? ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഒന്ന് കണ്ടു നോക്കാം. നൈറ്റിന് E6 വെക്കുന്നു. അടുത്ത കിടിലൻ സാക്രിഫൈസ്. ഇവിടെ ത്രെട്ട് ഈ ഒരു നൈറ്റിനെ വിൻ ചെയ്യാനാണ്. മാത്രമല്ല ഈ ക്യൂനിലേക്കും അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ബിഷപ്പിനെ എടുക്കാൻ നിവൃത്തിയില്ല. ഗെയിമിൽ ക്യൂൻ ജസ്റ്റ് മാറുകയാണ്. എന്തുകൊണ്ട് ഈ ഇതിനെ വെട്ടിയില്ല? വെട്ടിക്കഴിഞ്ഞാൽ പോൺ വെച്ച് ഇവിടെ ജസ്റ്റ് വെട്ടും. ഇനി ആ ഒരു പോൺ പുഷ് ഭയങ്കര ഡേഞ്ചറസ് ആയി പോകും. ഈ ബിഷപ്പിൻ്റെ ലൈൻ ഓപ്പൺ ആവും, ഈ നൈറ്റ് വീഴുകയും ചെയ്യും. ഇവിടെ നല്ല പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ഇവിടെ വൈറ്റിന് കിട്ടും. അതുകൊണ്ടാണ് ചാടി കയറി ആ നൈറ്റിനെ എടുക്കാതിരുന്നത്. പകരം ക്യൂൻ ജസ്റ്റ് മാറുന്നു. ഇവിടെ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത്? അപ്പോൾ ക്യൂൻ അവിടെ മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ഈ നൈറ്റിനെ നേടാമല്ലോ. റൂക്ക് വെച്ച് നൈറ്റിനെ എടുത്തു. അപ്പോൾ വൈറ്റിന് ഇവിടെ കുറച്ചുകൂടെ പ്ലസ് പൊസിഷൻ കിട്ടി. ആ ഒരു നൈറ്റിനെ ഇവിടെ വെറുതെ വെട്ടിയെടുക്കാൻ കിട്ടി. കിങ് മാറുന്നു. ഇനി എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണ്ടേ? ഇവിടെ വൈറ്റ് ഏറ്റവും പൊസിഷനുള്ള ഏറ്റവും ബെസ്റ്റ് മൂവ് കളിക്കുകയാണ്. ബിഷപ്പ് C4. നോക്കുമ്പോൾ ഇത് എന്തൊരു മൂവാണ്. ബിഷപ്പിന് ഇവിടെ ഇരുന്ന ബിഷപ്പിന് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് എന്താ കാര്യം? പക്ഷെ ഇതിൻ്റെ ഉദ്ദേശം ഇതൊന്നും അല്ല. ഈ ബിഷപ്പിന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കിങ്ങിന് പണിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ല റീറൂട്ടിംഗ് ആണ് ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിഷപ്പ് ഇവിടെ പോണതൊന്നും ഇവിടെ വൈറ്റിന് പ്രശ്നമല്ല. ബിഷപ്പിനെ ഇവിടെ
ഇങ്ങനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് ഒരു ചെക്ക് കൊടുക്കും. G6 ഒക്കെ വന്നു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് F7 ചെക്ക്. അപ്പോൾ ചെക്കുമാണ് ക്യൂനിലും അറ്റാക്കാണ്. വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർക്കിൽ ഇവിടെ വൈറ്റ് ഈസിലി വിന്നിങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പിനെ എടുക്കുന്നില്ല. കിങ് G6 വരുന്നു. ബിഷപ്പ് D3 ചെക്ക് വരുന്നു. ഇവിടെ F5 ഒന്നും കളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കിങ് ജസ്റ്റ് ഓടി കൊടുത്തു. ഇപ്പോഴും ബിഷപ്പിനെ എടുക്കാൻ ധൈര്യമില്ല, കാരണം ഇങ്ങനത്തെ മേറ്റിംഗ് സീക്വൻസ് ഉണ്ട്. ഇവിടെ സൈലൻ്റ് ആയിട്ടുള്ള ബിഷപ്പ് B2 ചെക്ക്. ഇവിടെ കിങ് വെച്ച് എന്തായാലും വെട്ടാൻ പറ്റില്ല. കിങ് ജസ്റ്റ് പുറകോട്ട് പോകുന്നു, തിരിച്ചിവിടെ വരുന്നു, ഇവിടേക്ക് വരുന്നു, ഒരു റെപ്പറ്റേഷൻ പോലെ പോകുന്നു. പക്ഷെ വൈറ്റ് ഈ നല്ല പൊസിഷനിൽ ഡ്രോയിലേക്ക് പോകാൻ താല്പര്യമില്ല. H3 കളിക്കുന്നു. അപ്പോൾ ഇനി ത്രെട്ട് ഒബ്വിയസ് ആണല്ലോ. G4 കളിച്ച് ചെക്ക്മേറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ എന്താണ് ചെയ്യണത്? ഇവിടെ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. എന്ത് കളിച്ചാലും ഇവിടെ ഡിഫൻസ് ഇല്ല. വെട്ടിയെടുത്തു. എങ്ങനെയാണ് ഇവിടെ ഫിനിഷ് ചെയ്യുന്നത്? G4 വെച്ച് നേരെ ചെക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്? F4 ആണ് കളിക്കുന്നത്. എന്തുകൊണ്ട് G4 വെച്ച് നേരെ ചെക്ക് കൊടുത്താൽ? അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ കിങ് വെച്ച് നേരെ എടുക്കുക. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിപ്പോകും. അതുകൊണ്ട് ആ ബിഷപ്പിന് ഒരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്തു. ഇനി ഞാൻ ത്രെട്ടൻ ചെയ്യുന്നത് എന്താണ്? ഈ പോണിനെ പുഷ് ചെയ്ത് G4 ഒരു ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഈ പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യാണ്. കാരണം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ വേണമെങ്കിൽ ബിഷപ്പിനെ വെട്ടി നോക്കാവുന്നേ ഉള്ളൂ. ഒരു കാര്യമില്ല. ഇവിടെ പല രീതിയിൽ ഇവിടെ ചെക്ക് മേറ്റ് ചെയ്യാം. നേരെ റൂക്ക് H8 ഇവിടെ ചെക്ക് മേറ്റ് ആണ്. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ചെക്ക് മേറ്റ്. ഇനി വേറെ എന്ത് ചെയ്താലും ഇതിനൊക്കെ എടുത്തു കഴിഞ്ഞാലും സിമ്പിളായിട്ട് ചെക്ക് മേറ്റ് ഉണ്ട്. G4 ചെക്ക് മേറ്റ് ആണ്. നോക്കുക, ഈ സ്ക്വയറുകളെല്ലാം ഇവിടെ വൈറ്റിൻ്റെ പരിധിയിലാണ്. ഒരു കിടിലൻ ചെക്ക് മേറ്റ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആണ് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.